ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് ഒരു മെറ്റാ ക്വസ്റ്റ് 3 ആണ്. ഞാനിത് റീസെല് ചെയ്യാൻ വേണ്ടി പിക്കപ്പ് ചെയ്തതാണ്. ഇതിനെ ഞാൻ ഇവിടെ കൊടുത്തത് 300 പൗണ്ട്സ് ആണ്. ഓൾമോസ്റ്റ് 30,000 റുപ്പീസ് ആണ് നമ്മൾ ഇവിടെ ഇതിനെ യൂസ്ഡിന് കൊടുത്തത്. ലൈക്ക് ന്യൂ കണ്ടീഷൻ ആണ്. റീസെൽ ചെയ്യുന്നതിന് മുമ്പ് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് സംഭവം എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പം നമ്മുടെ 512 GB പേഴ്ഷനാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പൊ ഇങ്ങനെ ഒരു സ്ലീവിലാണ് ഇത് വരുന്നത്. നമുക്ക് സ്ലീവ് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇതാണ് നമ്മുടെ മെറ്റാ ക്വസ്റ്റ് 3. 2 കൺട്രോളേഴ്സും ഉണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഹെഡ്സെറ്റ്. നമുക്ക് ഇതിൽ ടോട്ടല് 4 ക്യാമറാസ് ആണ് ഫ്രണ്ടിൽ വരുന്നത്. നമ്മുടെ അടിയിലൊരു 2 ക്യാമറയും കൂടി ഉണ്ട് സൈഡിലായിട്ട്. പിന്നെ നമ്മുടെ വോളിയം കൺട്രോളേഴ്സ് ഉണ്ട്. ഇത് നമ്മുടെ ചാർജിങ് ഡോക്ക് ഇതിനെ മേടിച്ച് കഴിഞ്ഞാൽ നമുക്കിത് ജസ്റ്റ് പ്ലേസ് ചെയ്തിട്ട് ചാർജ് ചെയ്യാൻ പറ്റും. പവർ ബട്ടൺ ഈ സൈഡിലാണ്. നമുക്ക് USB-C പോർട്ട് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്. പിന്നെ നമ്മുടെ ലെൻസ് അഡ്ജസ്റ്റ് ചെയ്യുന്ന നോബ് ഇതിന്റെ അടിയിലാണ്. ഇത് സ്ലൈഡ് ചെയ്തിട്ടാണ് നമ്മൾ ഹെഡ്ഫോണിന്റെ ലെൻസ് ഡിസ്റ്റൻസ് നമ്മുടെ ഐ ഡിസ്റ്റൻസ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ 2 സ്പീക്കേഴ്സും ഉണ്ട് ഇവിടെ മുകളിലായിട്ട്, ടോപ്പ് ഫയറിംഗ് ആയിട്ട്. ഇതാണ് ഇതിന്റെ കൂടെ വരുന്ന സ്ട്രാപ്പ്. കഴിഞ്ഞ ക്വസ്റ്റ് 2 വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സ്ട്രാപ്പ് ഒത്തിരി കൂടി കംഫർട്ടബിൾ ആണ്. അത് കഴിഞ്ഞാണ് നമ്മുടെ 2 കൺട്രോളേഴ്സ്. ഇതാണ് ക്വസ്റ്റ് 3ന്റെ കൂടെ വരുന്ന 2 നമ്മുടെ കൺട്രോളേഴ്സ്. ഇനി ഇതിന്റെ ഉള്ളില് ഒരു സീക്രട്ട് കമ്പാർട്ട്മെന്റ് കൂടി ഉണ്ട്. നമുക്ക് അതിൽ എന്താന്ന് നോക്കാം. പിന്നെ ഈ ബോക്സില് ഇതിന്റെ ചാർജിങ് ബ്രിക്ക് ഉണ്ട്. പിന്നെ ഒരു C-to-C കേബിൾ ഉണ്ട് നമ്മുടെ ഹെഡ്സെറ്റ് ചാർജ് ചെയ്യാൻ വേണ്ടി. 4K ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. ഇത് യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് PC-യോ വേറെ ഒന്നും ആവശ്യമില്ല. ഇതൊരു സ്റ്റാൻഡ് അലോൺ VR ഗെയിമിംഗ് ഹെഡ്സെറ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. വേറെ ഒന്നും വേണ്ട. സ്നാപ്ഡ്രാഗന്റെ ചിപ്പാണ് ഇതിലുള്ളത്. അപ്പോൾ നമുക്ക് ഗെയിംസ് ഒക്കെ പ്ലേ ചെയ്യണമെങ്കിൽ ഒന്നിലും ഹുക്കപ്പ് ചെയ്യേണ്ട. നമുക്ക് ജസ്റ്റ് ഇതിൽ ബാറ്ററി ഉപയോഗിച്ച് നമുക്ക് ഗെയിംസ് പ്ലേ ചെയ്യാൻ പറ്റും. ഇതിൽ നമുക്ക് PC ഗെയിംസ് നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റും. VR ഗെയിംസ് നമ്മൾ PC-ന്ന് ഒരു ഹൈ സ്പീഡ് USB കേബിൾ നമ്മൾ ഈ Type-C പോർട്ടിലോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നമ്മുടെ PC-ന്ന് TeamVR വഴി നമുക്ക് സ്ട്രീം ചെയ്യാൻ പറ്റും. നമ്മൾ Half-Life Alyx നമ്മളൊന്ന് കളിച്ചു നോക്കുന്നുണ്ട് VR-ല്. അപ്പൊ ഇതാണ് നമ്മുടെ ഹെഡ്സെറ്റ്. നമുക്ക് ഗെയിം പ്ലേ ഒന്ന് നോക്കിയാലോ. Last 3. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.